Dear students, today you can learn some theorems on Laplace transforms. First theorem, existence theorem for Laplace transform. Let f of t be a function that is piecewise continuous on a very finite interval in the range t greater than or equal to 0 and satisfies modulus of f of t less than or equal to m into e raised to kt for all t greater than or equal to 0 and for some constants k and capital M, then the Laplace transform of f of t exists for all s greater than k. അതായത് എഫ് ഓഫ് ടി എന്ന് പറയുന്നത് പീസ് വൈസ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെങ്കിൽ ദാറ്റ് ഇസ് കണ്ടിന്യൂസ് എക്സെപ്റ്റ് അറ്റ് ഫൈനൈറ്റ് നമ്പർ ഓഫ് പോയിന്റ്സ് അങ്ങനെയാണെങ്കിൽ and satisfies the condition modulus of f of t is less than or equal to m into e raised to kt for all t greater than or equal to 0 ഈ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ where k and m are constants, then എപ്പോഴും ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി എക്സിസ്റ്റ് ചെയ്യും ഫോർ ഓൾ എസ് ഗ്രേറ്റർ ദാൻ കെ ഒക്കെ എക്സിസ്റ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. അടുത്ത് പറയുന്നത് എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി എക്സിസ്റ്റ് ചെയ്യുന്ന പറയുന്നത് ഈ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ദ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് ടി എപ്പോഴൊക്കെയാണ് എക്സിസ്റ്റ് ചെയ്യുക, അതെന്തായിരിക്കും എന്നാണ് അടുത്ത തിയറത്തിൽ പറയാൻ പോകുന്നത് കേട്ടോ. Suppose that f of t is continuous for all t greater than or equal to 0 and satisfies modulus of f of t less than or equal to m into e raised to kt for all t greater than or equal to 0 and for some constants k and m and has derivative f dash t that is piecewise continuous on a very finite interval in the range t greater than or equal to 0, then the Laplace transform of f dash t exists and exists when s greater than k and L of f dash is equal to s into L of f minus f0 എന്നാണ് പറയുന്നത് കേട്ടോ. ഇത് ഇമ്പോർട്ടൻറ്റ് ഫോർമുലയാണ്. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഡാഷ് ടി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചാൽ എഫ് ഡാഷ് ടി എന്ന് പറയുന്നത് എഫ് ഓഫ് ടിയുടെ ഡെറിവേറ്റീവ് ആണ്. എഫ് ഓഫ് ടി കണ്ടിന്യൂസ് ആവണം എപ്പോഴൊക്കെ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 കണ്ടിന്യൂസ് ആവുക വേണം. മോഡുലസ് ഓഫ് എഫ് ഓഫ് ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഇൻറ്റു ഇ റേസ്റ്റ് ടു കെ ടി ആവണം. അങ്ങനെയാണെങ്കിൽ കോൺസ്റ്റൻസ് കെയും എമ്മും എക്സിസ്റ്റ് ചെയ്യും ആൻഡ് ഹാസ് ഡെറിവേറ്റീവ് എന്തായിരിക്കും എഫ് ഡാഷ് ടി എന്ന് പറഞ്ഞ ഡെറിവേറ്റീവ് ഉണ്ടായിരിക്കും ദാറ്റ് ഈസ് പീസ് വൈസ് കണ്ടിന്യൂസ് ഓൺ എവരി ഫൈനൈറ്റ് ഇന്റർവെൽ. എഫ് ഡാഷ് ടി ഈസ് എഫ് ഡാഷ് ടി പീസ് വൈസ് കണ്ടിന്യൂസും ആവണം for all t greater than or equal to 0 then അങ്ങനെയാണെങ്കിൽ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഡാഷ് ടി എക്സിസ്റ്റ് എന്നുള്ളതാണ് ആദ്യത്തെ തിയറത്തിലെ ആദ്യത്തെ ഇത് പറയുന്നത്. പിന്നെ രണ്ടാമത് പറയുന്നത് എന്തെന്ന് വെച്ചാൽ ആൻഡ് എൽ ഓഫ് എഫ് ഡാഷ് ഇസ് ഈക്വൽ ടു എസ് ഇൻറ്റു എൽ ഓഫ് എഫ് മൈനസ് f0. ഇതെല്ലാം സാധിക്കുന്ന എപ്പോഴാണ് എസ് ഗ്രേറ്റർ ദാൻ കെയിൽ മാത്രം. എൽ ഓഫ് എഫ് ഡാഷ് ഇസ് ഈക്വൽ ടു എസ് ഇൻറ്റു എൽ ഓഫ് എഫ്, അത് നിങ്ങൾ പഠിക്കേണ്ടതാണ്. എസ് ഇൻറ്റു എൽ ഓഫ് എഫ് മൈനസ് എഫ് ഓഫ് 0 ആയിരിക്കും. അതാണ് ഫോർമുല. ഇനി നമ്മൾക്ക് ബാക്കി എന്താണ് എൽ ഓഫ് എഫ് ടു ഡാഷ് എഫ് ത്രീ ഡാഷ് ഒക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇനി അപ്പം നമ്മൾ യൂസിങ് ദിസ് വി ക്യാൻ ഫൈൻഡ് ദ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് കണ്ടിന്യൂസ് ഡിഫറൻഷ്യൽ ഫങ്ഷൻസ് ഫോർ ഹയർ ഡെറിവേറ്റീവ്സിന് എന്തൊക്കെയാണ് വരിക എന്നുള്ളതാണ് നമുക്ക് നോക്കാം കേട്ടോ. പിന്നെ Laplace transform of continuously differentiable function. Let g dash t എല്ലാം continuously differentiable function ആണെന്ന് വിചാരിക്കുക. ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ജി ഡാഷ് ടി ഈക്വൽ ടു എന്താ വരിക? ജി ഡാഷ് ടി ആണ് എടുത്തതെങ്കിൽ എസ് ഇൻറ്റു എൽ ഓഫ് ജി ഓഫ് ടി മൈനസ് g0 അല്ലേ? മുമ്പത്തെ തിയറം വെച്ചിട്ട് അങ്ങനെയല്ലേ പറയാം. ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഡാഷ് ടി ഈസ് ഈക്വൽ ടു എസ് ഇൻറ്റു എൽ ഓഫ് എഫ് ടി മൈനസ് f0. അതേപോലെ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ജി ഡാഷ് ടി ഈസ് ഈക്വൽ ടു എസ് ഇൻറ്റു എൽ ഓഫ് ജി ഓഫ് ടി മൈനസ് g0 സിൻസ് ജി ഓഫ് ടി ഈസ് എനി കണ്ടിന്യൂസ്ലി ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ. ഇനി ഞാൻ എന്ത് ചെയ്യണം എന്ന് വിചാരിച്ചാൽ ജി ഓഫ് ടി എന്ന് പറയുന്നത് ഞാൻ എഫ് ഡാഷ് ടി എന്ന് കൊടുക്കുക ഈക്വേഷനിൽ. അപ്പം എന്താ വരിക? എൽ ഓഫ് എഫ് ഡാഷ് ടി ദ ഹോൾ ഡാഷ് അല്ലേ എന്ന് വരുമ്പോൾ എന്ത് വരും? f2 ഡാഷ്
അപ്പോൾ that is L of f2 dash t equal to S into L of f dash t minus f0 എന്ന് വരും അല്ലേ. g of tക്ക് പകരം f dash t വരും. ഇനി L of f dash എന്താണ്? S into L of f t minus f0 എന്ന് വരും. മൈനസ് f dash 0 ബ്രാക്കറ്റ് മാറ്റുമ്പോൾ L of f2 dash t എന്ത് വരും? s square into L of f t minus s into f0 minus f dash 0 എന്ന് നമുക്ക് കിട്ടും. Similarly, L of f3 dash is equal to s cube into L of f minus s square into f0 minus s into f dash 0 minus f2 dash 0 നമുക്ക് കിട്ടും. മനസ്സിലായോ? അതിങ്ങനെ കുറഞ്ഞു കുറഞ്ഞു എസിൻ്റെ പവേഴ്സ് ഇതാ കുറഞ്ഞു വരുന്നു. മറ്റേതോ ഡെറിവേറ്റീവ് എസ് ക്യൂബിൻ്റെ L of f എന്നേ വരുള്ളൂ ഇവിടെ. f3 dash L of f3 dash ആകുമ്പോൾ പിന്നെ എന്ത് വരും? അടുത്ത f0 മൈനസ് എസ് ഇൻറ്റു f dash 0 മൈനസ് f2 dash 0 എന്ന് വരും. അതായത് ഇവിടെ ഒരു ഡിഗ്രി കുറവായിരിക്കും. ഇവിടെ 3 ആകുമ്പോൾ ഇവിടെ 2 ആയിരിക്കും. ഇനി അടുത്തത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ദി ഡെറിവേറ്റീവ് ഓഫ് എനി ഓർഡർ. ഏതൊരു ഓർഡറിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കും. ലെറ്റ് f of t be f of t and its derivatives f dash t, f2 dash t, etc. fn minus 1t be continuous functions for all t greater than or equal to 0 and satisfying എന്താണ് സാറ്റിസ്ഫൈ ചെയ്യുക? മോഡുലസ് ഓഫ് f of t greater than or less than or equal to ആണ് കേട്ടോ. മോഡുലസ് ഓഫ് f of t less than or equal to m into എന്താണ് m into e raised to kt for all t greater than or equal to 0. എല്ലാത്തിലും ഇങ്ങനെ പറയാം. f of t അതിൻ്റെ ഡെറിവേറ്റീവ്സും എല്ലാം fn minus 1t വരെ എല്ലാ ഡെറിവേറ്റീവ്സും continuous ആയിരിക്കണം for all t greater than or equal to 0 and satisfies modulus of f of t less than or equal to m into e raised to kt for all t greater than or equal to 0 and എന്താണ് and for some constants k and m and let the derivative f and t last derivative f and t എന്തായിരിക്കണം? അത് piecewise continuous on every finite interval in the range t greater than or equal to 0. Then the Laplace transform of the derivative f and t exists for when s greater than k and L of fn nth derivative of f എന്ത് വരും? s raised to n L of f minus s raised to n minus 1 f of 0 minus s raised to n minus 2 f dash 0 minus etc minus fn minus 1 0 എന്ന് വരും. മനസ്സിലായോ? ലാസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ n ആകുമ്പോൾ ഇവിടെ n minus 1 വരും. ഇവിടെ എസിൻ്റെ പവർ കുറഞ്ഞു വരാം. അതാണ് L of fn is equal to s raised to n L of f minus s raised to n minus 1 f0 minus s raised to n minus 2 f dash 0 etc minus f raised to n minus 1 0. അതാണ് fifth theorem. The sixth theorem is Laplace transform of the integral of f of t. എങ്ങനെ ഇപ്പോൾ നമ്മൾ ഇത്രയും നേരം Laplace transform of differential coefficients അല്ലേ, ഹയർ ഡെറിവേറ്റീവ്സിൻ്റെ ഒക്കെ Laplace transform ആണ് കാണാൻ പഠിച്ചത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇൻ്റഗ്രലിൻ്റെ Laplace transform എങ്ങനെയാണ് കണ്ടുപിടിക്കുക. അവിടെയും നമുക്ക് കുറച്ച് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യാതെ ഇവിടെ നോക്കൂ. ഇഫ് ലെറ്റ് എഫ് ഓഫ് എസ് ബി ദ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി, അതായത് എൽ ഓഫ് എഫ് ഓഫ് ടി എഫ് ഓഫ് എസ് ആണെന്ന് വിചാരിക്കുക. ഇഫ് എഫ് ഓഫ് ടി ഈസ് പീസ് വൈസ് കണ്ടിന്യൂസ്, എഫ് ഓഫ് ടി പീസ് വൈസ് കണ്ടിന്യൂസ് ആവുകയും മോഡുലസ് ഓഫ് എഫ് ഓഫ് ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഇൻറ്റു ഇ റേസ് ടു കെ ടി ഫോർ ഓൾ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആവുകയും ചെയ്യുക. ആൻഡ് ഫോർ സം കോൺസ്റ്റൻസ് കെ ആൻഡ് എം ദെൻ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇന്റഗ്രൽ 0 ടു ടി f of u du equal to എന്തായിരിക്കും? Laplace transform of integral 0 to t f of u du equal to 1 by s into f of s ആയിരിക്കും. ഇങ്ങനെ ഇൻ്റഗ്രൽ ഇങ്ങനത്തെ ടൈപ്പ് ഇൻ്റഗ്രൽ ആവും. ഇൻ്റഗ്രൽ 0 to t f of 0 to t f of u du എന്ന് പറയുന്നത് 1 by s into f of s ആയിരിക്കും. f of s എന്താ? Laplace transform of f of t. മനസ്സിലായോ? വേറെ f of s is equal to Laplace transform of ഇവിടെ f of u ആണ്. f of s is equal to Laplace transform of f of t for s greater than 0 and s greater than k. അതാണ് സിക്സ്ത് തിയറം പറയുന്നത്. അതൊക്കെ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ എല്ലാം ക്ലിയർ ആവും കേട്ടോ. നമുക്ക് ഈ ഫോർമുലകളൊക്കെ ഒന്ന് നിങ്ങൾ നോക്കി വെച്ചുകൊണ്ട് വന്നാൽ മതി. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും.
ഇനി രണ്ട് മൂന്ന് കാര്യങ്ങളും കൂടെ മനസ്സിലാക്കാണ്ട് ഡിഫറൻസിയേഷൻ ആൻഡ് ഇന്റഗ്രേഷൻ ഓഫ് ലാപ്ലേസ് ട്രാൻസ്ഫോംസ്. അവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എൽ ഓഫ് എഫ് ഓഫ് ടി എന്ന് വെച്ചാൽ എന്താ, ഇന്റഗ്രൽ 0 to infinity e⁻ - st into f of t dt അല്ലേ. അതായത് ഇതെന്ന് വെച്ചാൽ എന്താ, എഫ് ഓഫ് എസ് ആണ് അല്ലേ, ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ആണ്. അപ്പൊ നമുക്ക് എഫ് ഡാഷ് എസ് കാണണമെങ്കിൽ എന്ത് ചെയ്യണം, ഈ ഇന്റഗ്രലിന്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം, ഡി ബൈ ഡി എസ് കാണണം. അതായത് ഇന്റഗ്രൽ 0 to infinity ഡി ബൈ ഡി എസ് കാണുമ്പോൾ എന്ത് വരും, മൈനസ് ടി e⁻ st ഇൻറ്റു എഫ് ഓഫ് ടി ഡി ടി. വിത്ത് റെസ്പെക്ട് ടു എസ് നമ്മൾ ഇവിടെയും ഉള്ളിലും ഇന്റഗ്രലിന്റെ ഉള്ളിലും നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് ഇന്റഗ്രൽ 0 to infinity e⁻ st ഇൻറ്റു ടി ഇൻറ്റു എഫ് ഓഫ് ടി ഡി ടി എന്ന് വരും. ഇവിടെ ടി ഇൻറ്റു എഫ് ഓഫ് ടി ഡി ടി ഒന്നിച്ചെഴുതുക കേട്ടോ. ഇവിടെ ഇത് രണ്ടും ഒന്നിച്ചെഴുതുക. എന്നിട്ട് എന്ത് ചെയ്യണം എന്ന് വിചാരിച്ചാൽ അങ്ങനെ എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ ഇതെന്താണ്, ഇങ്ങനെ എഴുതി കഴിഞ്ഞത് എന്താ, ദാറ്റ് ഇസ് മൈനസ് ഓഫ് ഇതെന്താണ്, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി ഇൻറ്റു എഫ് ഓഫ് ടി അല്ലേ ഇത് അല്ലേ. ഇന്റഗ്രൽ 0 to infinity e⁻ st ഇൻറ്റു എഫ് ഓഫ് ടി ഡി ടി ആണ് എഫ് ഓഫ് എസ് എന്ന് പറയുന്നത് അല്ലേ. അതാണ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി എന്ന് പറയുന്നത്. എന്തിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം, ടി ഇൻറ്റു എഫ് ഓഫ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം ഇതിനെ, ദാറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി ഇൻറ്റു എഫ് ഓഫ് ടി എന്ന് എഴുതാം. അപ്പൊ നമുക്ക് എന്താ കിട്ടുക, ഇഫ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ഈക്വൽ ടു എഫ് ഓഫ് എസ് തിരിച്ചെഴുതുക. ദെൻ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി ഇൻറ്റു എഫ് ഓഫ് ടി എന്ത് വരും, മൈനസ് ഓഫ് എഫ് ഡാഷ് എസ് എന്ന് വരും. അതായത് -1/1 എഫ് ഡാഷ് എസ് എന്ന് വരും. ഇനി നമ്മൾ ഇതേപോലെ വീണ്ടും എടുത്ത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് ടി എന്ത് വരും എന്ന് അറിയാമോ, എന്താണ് വരിക പറയൂ. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് ടി എന്ത് വരും, -1 the whole square f2 dash എസ് എന്ന് വരും കേട്ടോ. ഇനി ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി ക്യൂബ് ഇൻറ്റു എഫ് ഓഫ് എസ് എന്താ വരിക, -1 the whole cube f3 dash എസ് എന്ന് വരും. അപ്പൊ അങ്ങനെ പ്രൊസീഡിങ് ലൈക്ക് ദിസ് വി ക്യാൻ പ്രൂവ് ദാറ്റ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ്, ഇത് പഠിക്കണം, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് t raised to n into f of t is equal to -1 raised to n into f raised to n yes. Also ഇനി നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് f of t by t കണ്ടുപിടിക്കാൻ പോവാണ്. ഇന്റഗ്രൽ s to infinity f of u du ഈക്വൽ ടു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് f of t by t. ഇത് നമ്മൾ നേരത്തെ പഠിച്ചു. അപ്പം നമുക്ക് ഇങ്ങനെ എടുക്കാം, ഇഫ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ഈക്വൽ ടു എഫ് ഓഫ് എസ് ആണെങ്കിൽ ദെൻ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ബൈ ടി ഈക്വൽ ടു ഇന്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് യു ഡി യു. എന്താണ്, ഇഫ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി എന്ന് പറയുന്നത് എഫ് ഓഫ് എസ് ആണ് എന്ന് വിചാരിച്ചാൽ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ബൈ ടി എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇന്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് യു ഡി യു ആയിരിക്കും. അതാണ് നമ്മുടെ അടുത്ത ഫോർമുല. ഇതും കാണാതെ പഠിക്കാട്ടോ എല്ലാവരും. ഇനി നമുക്ക് വെച്ചിട്ട് ഒരു പ്രോബ്ലം ചെയ്യാം, ബാക്കിയുള്ള പ്രോബ്ലംസ് നമുക്ക് അടുത്ത ദിവസം നോക്കാം കേട്ടോ. ഫൈൻഡ് ദ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി ഇൻറ്റു കോസ് ഒമേഗ ടി. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി ഇൻറ്റു കോസ് ഒമേഗ ടി അല്ലേ, ടി ഇൻറ്റു എഫ് ഓഫ് ടി എന്നുള്ള ഫോം അല്ലേ. അപ്പൊ എന്താണ് പറയൂ, വാട്ട് ഇസ് ദ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി ഇൻറ്റു എഫ് ഓഫ് ടി, ടി റേസ് ടു 1 അർത്ഥം അല്ലേ. അപ്പൊ -1 റേസ് ടു 1. പിന്നെന്താ നമ്മൾ എഴുതിയത്, എഫ് ഡാഷസ് എന്ന് പറയുന്നത്, അതായത് ഡി ബൈ ഡി എസ് ഓഫ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് കോസ് ഒമേഗ ടി എന്ന് പറയുന്നത്. മനസ്സിലായോ എന്താണ്, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി ഇൻറ്റു എഫ് ഓഫ് ടി, ടി കോസ് ഒമേഗ ടി എന്ന് പറയുമ്പോൾ ഇവിടെ ടി ഇൻറ്റു എഫ് ഓഫ് ടി എന്നുള്ള ഫോമിലാണ്. എഫ് ഓഫ് ടി ആണ് ഇവിടെ കോസ് ഒമേഗ ടി എന്ന് വരുന്നത്. അപ്പൊ എന്താ വരിക, നമുക്ക് -1 റേസ് ടു 1 എഫ് ഡാഷ് എസ്, അതായത് ഡി ബൈ ഡി എസ് ഓഫ് -1 റേസ് ടു 1 ഡി ബൈ ഡി എസ് ഓഫ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് കോസ് ഒമേഗ ടി എഴുതണം. മനസ്സിലായോ, വാട്ട് ഈസ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് കോസ് ഒമേഗ ടി, എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ആണ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് കോസ് ഒമേഗ ടി എന്ന് പറയുന്നത്. അപ്പൊ എന്ത് വരും, നമുക്ക് ഇവിടെ മൈനസ് ഓഫ് ഡി ബൈ ഡി എസ് ഓഫ് എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എന്ന് വന്നു. ദാറ്റ് ഇസ് ഈക്വൽ ടു ഇങ്ങനെ വരും അല്ലേ,
v into du by ds അറിയാലോ നിങ്ങൾക്ക് s square plus omega square into d by ds of yes that is 1 minus s into d by ds of s square plus omega square എന്താ 2s divided by എന്ത് വരും s square plus omega square the whole square എന്ന് വരും that is equal to എന്ത് വരും ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ s square minus omega square divided by s square plus omega square the whole square എന്ന് വരും ഇതാണ് അപ്പോൾ ഫസ്റ്റ് പ്രോബ്ലം ആയി നമ്മുടെ ഇനി അടുത്ത പ്രോബ്ലംസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം ഇതേപോലെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം ടി സ്ക്വയർ കോസ് ഒമേഗ ടി അല്ലെങ്കിൽ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി ഇ റേസ് ടു എ ടി അല്ലെങ്കിൽ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി സ്ക്വയർ സൈൻ ഒമേഗ ടി ഇങ്ങനെയെല്ലാം നമുക്ക് ചെയ്യാം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം കേട്ടോ ശരി